മെഡിക്കൽ കോളേജിൽ മോളെ നേരെ ICUയിലേക്കാണ് കേട്ടോ കയറ്റിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കാരണം എന്തെങ്കിലും മോൾക്ക് സംഭവിക്കുമോ എന്നുള്ള പേടി. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ അപ്പുറമുള്ളവരനൊക്കെ കാണുമ്പോഴാണല്ലേ നമുക്കൊരു സമാധാനം കിട്ടുക. അങ്ങനെ അവിടെ മണ്ണെണ്ണ കുടിച്ച കുട്ടികളും പോരാത്തതിന് മറ്റേ തിന്നറൊക്കെ ഇല്ലേ പെയിൻറ്റിലൊഴിക്കണത്, അതൊക്കെ കുടിച്ച കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരൊക്കെ അങ്ങനെ വലിയ കുഴപ്പമില്ലാതിരിക്കണ കണ്ടപ്പോഴാണ് കേട്ടോ ഒരു സമാധാനമായത്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിച്ചതനുസരിച്ചിട്ട് പോലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം 5 വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ പേരൻസാണ് കേട്ടോ അതിൻ്റെ ഉത്തരവാദികൾ. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ICUന്ന് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഒരു 10 ദിവസത്തോളം കിടന്നിട്ടാണ് മോൾക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. മാറിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ എല്ലാവരും മോളെ മണ്ണെണ്ണക്കുട്ടിയും വിളിച്ചിട്ട് കളിയാക്കും കേട്ടോ. അങ്ങനെ അവളെ കുറുമ്പ് ഇതിലൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ ആൾ പാരസെറ്റമോൾ എടുത്ത് കുടിച്ചു.